പ്രിയപ്പെട്ടവരെ, മാനന്തവാടി രൂപതയിലെ നോബിളച്ചനെ മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന് പോലീസ് പിടിച്ചതുമായി ബന്ധപ്പെട്ട് വളരെയേറെ വിശ്വാസികൾ ലജ്ജിതരായ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു ഗതികേടിൽപ്പെട്ട സ്ഥിതിയുണ്ട്. ഇത് മാത്രമല്ല, പല അച്ഛന്മാരും പലപ്പോഴും പിടിക്കപ്പെടുമ്പോൾ വളരെയേറെ ലജ്ജിതരാകുന്ന വിശ്വാസ സമൂഹമുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ തെറ്റുകാരായില്ലെങ്കിൽ കൂടിയും സംശയത്തിന് നിഴൽ പോലും ഇല്ലാതെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി ജീവിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം പുരോഹിതർക്കുണ്ട്. പലപ്പോഴും ചീത്ത കണ്ണുള്ളവർ നോക്കിയാൽ ഒത്തിരിയേറെ വൃത്തികേടുകൾ അവിടെ നടക്കുന്നു എന്ന് ചിന്തിക്കാവുന്ന രീതിയിൽ പല സാഹചര്യങ്ങളുണ്ട്. യാതൊരു പ്രശ്നങ്ങളുമില്ല, സാധാരണ സാഹചര്യങ്ങളായിരിക്കാം. എങ്കിലും ചീത്തക്കണ്ണുള്ളവരുടെ ചീത്തക്കണ്ണ് മാറ്റാൻ നമുക്ക് പറ്റുമോ? കണ്ണ് മാത്രമല്ല, മൊത്തം ചീത്തയായവരില്ലേ? അവരൊക്കെ ആ രീതിയിൽ ചിന്തിക്കുന്നുവെങ്കിൽ അതിനും സാഹചര്യം കൊടുക്കാതെ, ഇടം കൊടുക്കാതെ നോക്കേണ്ടതില്ലേ? എല്ലായിടത്തും ആരോപിക്കപ്പെടുന്നതെല്ലാം തെറ്റല്ല, ചില യാഥാർത്ഥ്യങ്ങളും ഇല്ലേ? അതുകൊണ്ട് വിശ്വാസികളെ ബോധ്യപ്പെടുത്തി ജീവിക്കാനുള്ള ഉത്തരവാദിത്വം, അതീ സഭാവസ്ത്രം സ്വീകരിച്ച് മാറുന്നവർ, ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഒരു സംഘടനാ നേതൃത്വത്തിലുള്ളവർക്ക് ആ സംഘടനക്കാരെ ബോധ്യപ്പെടുത്താൻ, ഒരു ആത്മീയ പ്രസ്ഥാന നേതൃത്വത്തിലുള്ളവർക്ക് ആ പ്രസ്ഥാനത്തിലുള്ളവരെ, സഭാവിശ്വാസികളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് വേണം. ദൈവത്തെ മാത്രം ബോധ്യപ്പെടുത്താൽ മതി, ദൈവം കാണുന്നില്ല എന്ന ചിന്ത പറ്റില്ല. അങ്ങനെയെങ്കിൽ എന്തിനു വേഷം? ദൈവത്തെ കാണിക്കാനാണ് ഈ വേഷം. അതുകൊണ്ട് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് സമസ്യാതീതമായി ജീവിക്കാനുള്ള ഒരു ശ്രദ്ധ. മാത്രമാണോ? നിരവധി നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. ഈ പള്ളി പരിസരം, ഗവൺമെൻറ് പരിസരം, അതൊക്കെ എങ്ങനെ പലപ്പോഴും പള്ളിയും ഗവൺമെൻറ് ഒന്നാണെന്ന് തോന്നിക്കുന്ന സ്ഥിതി പോലും ഉണ്ട്. രാത്രിയിലും വന്നു പോകുന്നു സിസ്റ്റേഴ്സ്, അതുപോലെ എപ്പോഴും കയറി ഇറങ്ങാവുന്ന ഒറ്റ കോമ്പൗണ്ടിൽ ഗവൺമെൻറ് പള്ളിയും വെക്കരുത്. ആ കാര്യത്തെ ശ്രദ്ധിക്കാത്തത് എനിക്കറിയാം. കോഴിക്കോട് ടൗണിലുള്ള ഒരു പള്ളി, കൃത്യമായ പ്രോപ്പർ സ്ഥലം പറയുന്നില്ല, മഠത്തിനും പള്ളിക്കും ഒരേ ഗേറ്റാണ്. അച്ഛൻ താമസിക്കുന്ന മുറിയും പള്ളി ഒറ്റ കെട്ടിടത്തിൽ തന്നെ, അതിന് മുറ്റത്ത് ഗവൺമെൻറ്. ഈ രാത്രി പലപ്പോഴും യാത്ര കഴിഞ്ഞ്, ദൂരയാത്ര കഴിഞ്ഞ് സിസ്റ്റേഴ്സിന് 11 മണിക്കും 2 മണിക്കും ഒക്കെ ചിലപ്പം വണ്ടി ഇറങ്ങി അവിടെ പോകേണ്ടി വരും. ആരിലും പുറമേ പോകുന്നവരെന്താ, സെക്കൻഡ് ഷോ കഴിഞ്ഞ് പോകുന്നവരെന്താ കാണുന്നത്? രാത്രി 11 കന്യാസ്ത്രീകൾ അച്ഛൻ്റെ മുറി കയറി എന്നല്ലേ കാണുന്നത്? അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? അവിടെ ആ ഗവൺമെൻറ് സ്ഥാപിക്കരുത്. അവിടെ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളൊക്കെ നടത്തുകയോ എന്തെങ്കിലും ചെയ്യട്ടെ. അതുപോലെ എനിക്കറിയാവുന്നൊരു പള്ളിയുടെ ചേർന്ന് തന്നെയുള്ള കോൺവെൻറ്റിൻ്റെ അടുത്ത് ഹോസ്റ്റലുണ്ട്, ലേഡീസ് ഹോസ്റ്റൽ. ഈ ലേഡീസ് ഹോസ്റ്റലും പള്ളിമുറിയും തമ്മിൽ ഒരു മതിലുണ്ട്. മതിൽ പൊളിഞ്ഞു പോയിട്ട് നാളുകളേറെയായി. ഒരു വാതിലിനേക്കാൾ ഒരു ഗേറ്റിൻ്റെ പകുതിയെങ്കിലും വരുന്ന വീതിയിൽ മതിൽ പൊളിഞ്ഞു പോയത്. ആ മതിലിന് പൊളിഞ്ഞു പോയെടുത്ത് ഒരു ടിൻ ഷീറ്റ്, ലൈറ്റ് പ്രൂഫിങ്ങിന് ഉപയോഗിക്കുന്ന ടിൻ ഷീറ്റ് വെച്ച്, ഒരു കോല് ചാരി വെച്ച് അത് മറച്ചിരിക്കുകയാണ്. രാത്രിയിൽ കോലൊക്കെ മാറ്റി ലേഡീസ് ഹോസ്റ്റലിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടോ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ഒരാൾ സംശയിച്ചാൽ തെറ്റ് പറയാൻ പറ്റുമോ? അങ്ങനത്തെ സാഹചര്യം ഒഴിവാക്കേണ്ടതല്ലേ? ഇത്രമാത്രം കൺസ്ട്രക്ഷൻ കോടിക്കണക്കിന് രൂപയുടെ പണികൾ പള്ളിപ്പറമ്പിൽ നടത്തുമ്പോൾ എന്തുകൊണ്ട് ആ മതിൽ അടയ്ക്കുന്നില്ല? കുറച്ച് നാളായി അവിടെ പോയിട്ട് 1 കൊല്ലത്തോളം ഞാൻ കണ്ടതാണ് അതങ്ങനെ കിടക്കുന്നത്. അങ്ങനെ വന്നാൽ സ്വാഭാവികമായി അത് പൊളിഞ്ഞതല്ല, പൊളിച്ചതാണെന്നോ ആരോപിച്ച തെറ്റ് പറയാൻ പറ്റുമോ? സമൂഹത്തെ ബോധ്യപ്പെടുത്തി ജീവിക്കേണ്ട ഒരു ഉത്തരവാദിത്വം പുരോഹിതർക്കുണ്ട്, അത് മറക്കരുത്. പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ അടുത്തുള്ള ഒത്തിരിയേറെ പേര് ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമാണ്, ദിവസം അച്ഛൻ പലവട്ടം ഗവൺമെൻറ് വരേണ്ട കാര്യം എന്താണെന്ന് ചിന്തിക്കുന്നു. ഒത്തിരിയേറെ വരുന്നുണ്ടാവില്ല, ഉച്ചഭക്ഷണത്തിന് വരുന്നതായിരിക്കാം. പലപ്പോഴും പള്ളിക്ക് അടുത്ത് ഗവൺമെൻറ് ആണെങ്കിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ പോവുക, രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ പോവുക, അതിങ്ങനെ പതിവുള്ളതുണ്ട്. ആ പതിവും വിലക്കിയ മെത്രാന്മാരുണ്ട്, പല അച്ഛന്മാരും ബോധപൂർവ്വം അത് ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും ചില സാഹചര്യം അനുസരിച്ച് ചിലർക്ക് പല തിരക്കിട്ട ശുശ്രൂഷകൾക്കിടയിൽ അത്യാവശ്യം പല യാത്രയും കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് അവിടെ പോയി ഭക്ഷണം കഴിക്കേണ്ടി വന്നേക്കാം. എപ്പോഴും അവിടെ പള്ളിയിൽ തന്നെ ഇരിക്കുകയല്ലോ. പക്ഷേ പതിവായി അത്തരം സാഹചര്യം ഒഴിവാക്കി ഭക്ഷണം ഇവിടെ ഉണ്ടാക്കി കഴിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട്. എനിക്കറിയാവുന്ന ഒരു അച്ഛൻ, വളരെ നല്ലൊരു അച്ഛൻ, ഗവൺമെൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കില്ല, അവിടെ നിന്ന് വരുത്തുകയുമില്ല, കപ്പേരെ വിട്ട് അവിടെ വരുത്തുകയുമില്ല, സ്വന്തം ഉണ്ടാക്കി കഴിക്കലേ ഉള്ളൂ. അതുകൊണ്ട് പല നേരങ്ങളും അച്ഛൻ ഭക്ഷണം കഴിക്കാറില്ല. തലശ്ശേരി രൂപതയിലെ എൻ്റെ പ്രിയപ്പെട്ട ഒരു അച്ഛൻ ഉച്ചഭക്ഷണം ഒഴിവാക്കിയിരിക്കുകയാണ്. രാവിലത്തത് സിസ്റ്റേഴ്സ് വരുമ്പോൾ മടത്തിൽ നിന്ന് കൊണ്ടുവരും, രാത്രി അങ്ങ് പോകുന്നത് ശരിയില്ലാത്തതുകൊണ്ട് അത്താഴം കഴിക്കുന്നില്ല അവിടെ നിന്ന്. അപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യം അച്ഛൻ ഈ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വൈകുന്നേരം ഉണ്ടാക്കി എന്നുള്ള കഷ്ടപ്പാട് ഒഴിവാക്കാൻ സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് അച്ഛൻ, ചെറുപ്പക്കാരനായ അച്ഛൻ, ഉച്ചഭക്ഷണം പതിവായി ഒഴിവാക്കി. എനിക്കിവിടെ സങ്കടം തോന്നി. ഞാൻ പലപ്പോഴും കൂടുതൽ ദിവസവും കട്ടിയ ഉപവാസമൊക്കെ എടുക്കാറുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് ഉപവാസത്തിൻ്റെ ഫലമൊക്കെ അറിയാം. പക്ഷേ എനിക്ക് വളരെ സങ്കടം തോന്നി. ആ ചെറുപ്പക്കാരനായ അച്ഛൻ ഡെയിലി ഉച്ചഭക്ഷണം ഒഴിവാക്കി ഉപവസിക്കരുത്. അച്ഛനോട് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും വഴി മാറാൻ, ഒന്നിലും ബ്രെഡെങ്കിലും കൊണ്ടുവച്ച് അച്ഛൻ ഉച്ചയ്ക്ക് ബ്രെഡ് കഴിക്കുന്ന ഒരു അവസ്ഥയിലുണ്ടാവണം എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ ഉപവാസത്തിൻ്റെ ഫലം എനിക്കറിയാം, ഇനി വർഷങ്ങളോളം കൊണ്ടുപോകുമെന്ന്. അതിനുശേഷം 2 കൊല്ലം അച്ഛനെ ഞാൻ കണ്ടപ്പോൾ സ്ഥിതി ചെയ്ത് തന്നെയാണ്. അച്ഛൻ ഉച്ചഭക്ഷണം പാടെ ഉപേക്ഷിച്ചു. വൈകിട്ട് അച്ഛൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും, ഉപ്പുമാവോ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കും. അങ്ങനെ സ്ഥിരമായി ഉച്ചഭക്ഷണം പോലും ഉപേക്ഷിച്ച് ഉപവാസത്തോടെ ശുശ്രൂഷ ചെയ്യുന്ന നല്ല പുണ്യവാന്മാരെപ്പോൾ അച്ഛന്മാരൊക്കെ ഉണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള അച്ഛന്മാരുള്ളപ്പോഴാണ് ഈ ചില അപൂർവം ചീത്ത അച്ഛന്മാർ വഴി ഇതുപോലെ ഒത്തിരിയേറെ നാറ്റക്കേസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണ് പോകുന്നതെങ്കിൽ പോലും അയൽവക്കക്കാർ നോക്കുമ്പോൾ അച്ഛൻ മിക്കവാറും ഗവൺമെൻറ് വരും. യാഥാർത്ഥ്യം പലർക്കും അറിയില്ല. ഫ്രാങ്കോ പിതാവിൻ്റെ കാര്യത്തിൽ കുറവളങ്ങാട് മഠത്തിൽ കന്യാസ്ത്രീ മഠത്തിൽ പിതാവ് എന്തിനും രാത്രി കിടക്കാൻ പോകുന്നു എന്ന ചിന്ത വന്നത്. അവിടെ ആക്ച്വലി കന്യാസ്ത്രീ മഠമല്ല, അത് ജലന്ധർ രൂപതയുടെ മിഷൻ സ്റ്റേഷനായിട്ട് ബിഷപ്പിൻ്റെ പേരിൽ തന്നെ വാങ്ങിയ പറമ്പിൽ ബിഷപ്പ് തന്നെ കെട്ടിടം പണിയിച്ചത്. അവിടെ ഗസ്റ്റായി അച്ഛന്മാരും മിത്രന്മാരും ഒത്തിരി പേര് വന്ന് താമസിക്കാറുള്ളത്. അവിടെ അപ്പോൾ ഫുഡ് കൊടുക്കാനും അവിടെ അറേഞ്ച്മെൻറ്റിനും ഹൗസ് കീപ്പിങ്ങിനും ഒക്കെ സിസ്റ്റേഴ്സിനെ ഏൽപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഒരു സെക്ഷനിൽ. അതാ യാഥാർത്ഥ്യം ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ മറ്റുള്ളവർ കാണുമ്പോൾ, ജനങ്ങൾ കാണുമ്പോഴോ കോൺവെൻറ്റ് എന്തിനാ മെത്രാൻ കിടക്കാൻ പോകുന്നുവെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥിതി അന്നേ ഒഴിവാക്കണമായിരുന്നു. സിസ്റ്റേഴ്സിനെ അവിടെ ഡ്യൂട്ടി ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നു. അതിൽ തെറ്റാരോപിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? സ്ഥിരമായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.